അഭിനയിക്കാൻ ലഭിക്കുന്ന ഓരോ കഥാപാത്രത്തെയും അങ്ങേയറ്റം സ്വാഭാവികതയോടെ വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും അവതരിപ്പിക്കുന്ന നടിയാണ് രശ്മി ബോബൻ. ബിഗ് സ്ക്രീനിലെ അവതാരകയായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതിനു ശേഷം സീരിയലുകളിലേക്കും സിനിമകളിലേക്കും കടന്നുവന്ന താരമാണ് രശ്മി ബോബൻ. മനസ്സിനക്കരെ, അച്ചുവിൻ്റെ അമ്മ, പോക്കിരി രാജ, ബാബ കല്യാണി, റെഡ് ചില്ലീസ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലും പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരത്തിന് സമൂഹ മാധ്യമങ്ങളിലും ആരാധകർ ഏറെയുണ്ട്. രശ്മി പങ്കുവയ്ക്കുന്ന പല ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ശ്രദ്ധ നേടാറുണ്ട്. എന്നാൽ ഇന്ന് രശ്മി പങ്കുവച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. താൻ തൻ്റെ സഹോദരിയായിട്ടും അതുപോലെ സുഹൃത്തായും അമ്മയായും തനിക്ക് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുമായി കൂടെ നിന്നിരുന്ന എൻ്റെ ചേച്ചി നഷ്ടമായിരിക്കുന്നു. ചേച്ചിയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ രശ്മി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നിരവധി പേരാണ് രശ്മി ബോബന് സ്വന്തമായി സഹോദരിയുണ്ടോ എന്ന് തിരക്കുന്നത്. എന്നാൽ രശ്മിയുടെ സ്വന്തം സഹോദരിയല്ല, പക്ഷേ ആ ഒരു സഹോദര ബന്ധത്തിനും അപ്പുറത്തായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ചേച്ചിയുമായിട്ട് ഉണ്ടായിരുന്നത് എന്നും രശ്മി ബോബൻ വ്യക്തമാവുന്നുണ്ട്. ഒരിക്കലും മറക്കാനാകില്ല ചേച്ചി എനിക്ക് നിങ്ങളെ. നിങ്ങൾ എനിക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരുന്നു. ഈ ഒരു നഷ്ടം എനിക്ക് നികത്താനുമാകില്ല. ആ ഒരു ഓർമ്മ എന്നും എൻ്റെ മനസ്സിലുണ്ട്. ചേച്ചിയുടെ നഷ്ടം അതൊരിക്കലും നികത്താനാകില്ല. അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ ചേച്ചി എനിക്ക്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാകും എന്നാണ് രശ്മി ബോബൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഈ ഒരു പോസ്റ്റിന് താഴെ ചേച്ചിക്ക് ആദരാഞ്ജലികൾ നേരുന്നത്. രശ്മിയുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് രശ്മിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഈ ചേച്ചി എന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഞങ്ങളുടെയും ആദരാഞ്ജലികൾ എന്നാണ് ഒരുപാട് പേർ കമൻസുകൾ. രശ്മിയെ പോലെ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരനാണ് താരത്തിന്റെ ഭർത്താവ്, മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ ബോബൻ സാമുവലും. ഒന്നിച്ചൊരു പരമ്പരയിൽ വർക്ക് ചെയ്യുന്നതിനിടയിലായിരുന്നു രശ്മിയുടെയും ബോബന്റെയും വിവാഹം നടന്നത്. ജ്വാലയായി എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് നടി രശ്മി ബോബൻ. പരമ്പര അവസാനിച്ച് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ രശ്മി അഭിനയിച്ച് തകർത്ത കഥാപാത്രം ഇപ്പോഴും ചർച്ചയാകാറുണ്ട്. ജ്വാലയ്ക്ക് ശേഷം ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലും രശ്മി തിളങ്ങിയിട്ടുണ്ട്. എങ്കിലും രശ്മി ബോബൻ എന്ന നടിയെ പ്രേക്ഷകർ ഇപ്പോഴും ഓർക്കുന്നത് ആ ഒരു ഒറ്റ കഥാപാത്രത്തിലൂടെയാകും. ജ്വാലയായിൽ 35 വയസ്സുകാരിയായി രശ്മി എത്തുമ്പോൾ അന്ന് പ്രായം വെറും 19 ആയിരുന്നു. ഡിഗ്രി 2ാം വർഷം പഠിക്കുന്ന സമയത്ത് അസൂയപ്പൂക്കൾ എന്ന സീരിയലിലാണ് രശ്മി ആദ്യം അഭിനയിച്ചത്. എങ്കിലും ആദ്യം സംപ്രേഷണം ചെയ്തത് ജ്വാലയായാണ്. പരമ്പര വലിയ ഹിറ്റായതോടെ ധാരാളം അവസരങ്ങൾ രശ്മിക്ക് ലഭിക്കുകയായിരുന്നു. ഇതിനോടകം 40-ലധികം സീരിയലുകളിൽ അഭിനയിച്ച രശ്മിയുടെ സൂപ്പർ ഹിറ്റ് പരമ്പരകളാണ് സ്വപ്നം, ശ്രീ ഗുരുവായൂരപ്പൻ, അങ്ങാടിപ്പാട്ട് തുടങ്ങിയവയെല്ലാം തന്നെ.